ഇപ്പോൾ KCBC തന്നെ പറയുന്നു വലിയ തരത്തിലുള്ള ചതി ആണ് BJP നടത്തുന്നത്. ഒരു വശത്ത് തലോടുകയും മറുവശത്ത് ദ്രോഹിക്കുകയും ചെയ്യുന്ന നിലപാട്, ഈ ചതി പൊതുസമൂഹം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ വളരെ കൃത്യമായി KCBCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? സിജു, പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സഭ ഈ വിരുന്നിനെയും BJPയുടെ നിലപാടിനെയും കാണുന്നത് എന്നത് സംബന്ധിച്ച വളരെ വ്യക്തമായൊരു നിലപാടാണ് സഭയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് ഇതേക്കുറിച്ച് ഇന്നത്തെ ദീപിക പത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയാണ് ഈ ക്രിസ്മസ് വിരുന്നും BJPയുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചുള്ള വളരെ വലിയ വിമർശനം ഈ പത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ പരിശോധിച്ചാൽ പ്രതിദിനം ശരാശരി 2 അതിക്രമങ്ങളെങ്കിലും ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ 5 ഇരട്ടി അതിക്രമങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി BJPയുമായി അടുക്കാനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി, BJPയുടെ മുതിർന്ന നേതാവായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഉൾപ്പെടെ BJPക്ക് കാര്യമായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ് എന്നറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത്തരത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും സഭ ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും ഇതുവരെ നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഈ ലേഖനത്തിൽ പറയുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള ഈ ക്രിസ്മസ് വിരുന്ന് സംബന്ധിച്ചൊക്കെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നടപടിയാണ് എന്ന് തന്നെയുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുക്കാനാവുക. കാരണം ഒരു വശത്ത് ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതേ രാജ്യത്ത് തന്നെയാണ്, രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ക്രൈസ്തവർക്കെതിരായി വലിയ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അവരെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്ന പ്രവണതയുണ്ടാകുന്നു. അതെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറയുന്നു. ഇനി BJP ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കാൻ വ്യക്തമാകും എന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വിമർശിക്കുന്നുണ്ട്. ഒപ്പം മണിപ്പൂരിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിമർശനവും അദ്ദേഹം പറയുന്നു. അതിൽ പറയുന്നത് ഈ വർദ്ധിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണവും തൽഫലമുണ്ടായ പ്രതിസന്ധികൾക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് മണിപ്പൂർ. അവിടെ ഗോത്രകലാപത്തിൻ്റെ പേരിൽ ക്രൈസ്തവ ഉന്മൂലനമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നു. ഒപ്പം ഈ സംഘപരിവാറിൻ്റെ കീഴിലുള്ള പ്രസിദ്ധീകരണങ്ങളിലുൾപ്പെടെ ഇത്തരത്തിൽ ക്രൈസ്തവരെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന തരത്തിൽ വിദ്വേഷ പ്രചരണമാണ് ഇപ്പോഴും തുടരുന്നത് എന്നും ക്ഷമിക്കണം ഉമേഷ്, അതിൽ വളരെ കൃത്യമായി തന്നെ ഒരുപക്ഷെ മോദിയുടെ വിരുന്നിൽ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറയുന്നു. അതായത് ഉമേഷ്, മോദിയുടെ വിരുന്നിൽ ഒരു സഭാധ്യക്ഷൻ പോലും മണിപ്പൂർ വിഷയം പരാമർശിച്ചില്ല എന്നുള്ളതാണ് വലിയ വിവാദമായത്. അതുതന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. വീഞ്ഞു കുടിച്ച് പോരുമ്പോൾ മണിപ്പൂരിനെ മറന്നുപോയോ എന്നുള്ള ആ ചോദ്യമാണെന്ന് മന്ത്രി ചോദിക്കുകയും അത് വലിയ വിഷയമാവുകയും എന്നാൽ പ്രധാന പ്രശ്നം ഉന്നയിക്കാതിരിക്കുകയും ചെയ്ത വിവിധ സഭാധ്യക്ഷന്മാരുടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതുകൂടി ഒരുപക്ഷെ പൊളിച്ചെടുക്കുന്നതാണ് KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഇന്നത്തെ ലേഖനം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. വളരെ കൃത്യമായ നിലപാടാണ്. തല്ലും തലോടലും ഒരുമിച്ച് വേണ്ട എന്നാണ് KCBC പറഞ്ഞത്. അതെ സിജു, തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ ലേഖനത്തിൽ മണിപ്പൂർ ഉൾപ്പെടെ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം അവിടെ നടത്താൻ ശ്രമിക്കുന്നു. കുപ്രസിദ്ധമായ ഗുജറാത്ത് കലാപം വീണ്ടും ചർച്ചകളിൽ നിറയാൻ വഴിയൊരുക്കിയ ബിൽക്കിസ് ബാനു കേസ് സംഘപരിവാർ സംഘടനകളുടെ മറ്റൊരു മുഖം വെളിപ്പെടുത്തുന്നുണ്ട് എന്നും അദ്ദേഹം ഇതിൽ പറയുന്നു. ഒപ്പം സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ പതിവായി ക്രൈസ്തവ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഇത്തരം വർഗീയ സംഘർഷങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട് എന്നതടക്കം ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അതായത് ഒരു തരത്തിൽ ഒരു വശത്ത് ഇത്തരത്തിൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നിരന്തരം ക്രൈസ്തവ മതത്തെയും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെയും ഒക്കെ നിരന്തരം വേട്ടയാടുകയാണ് BJP എന്ന വലിയ വിമർശനം തന്നെയാണ് KCBCയുടെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി ഈ ലേഖനത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സിജു.
ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KCBC അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് BJPയെ വിമർശിച്ചിരിക്കുന്നത്. തല്ലും തലോടലും ഒരുമിച്ച് വേണ്ട, ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ വലിയ പൊതുസമൂഹം ഈ BJPയുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് KCBC സെക്രട്ടറി ദീപികയിൽ എഴുതിയ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്.